ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ പരീക്ഷണമാണ്. അതിനുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം. കണ്ടിട്ടൊന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സംഭവം പറഞ്ഞുതരാം. നിങ്ങൾ ഈ കാണുന്ന CPU ഫാൻ കണ്ടില്ലേ? ഈ CPU ഫാനിൽ ഒന്നും തന്നെ കണക്ട് ചെയ്തിട്ടില്ലല്ലോ. ഇനി രണ്ടാമത് ഞാൻ വേറൊരു CPU ഫാനും എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു ബസർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ സംഭവം എന്ന് പറയാൻ നോക്കുക. നമ്മൾ വെറുതെ ഒരു CPU ഫാൻ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് കാറ്റ് കിട്ടും. പക്ഷേ ഈ ഒരേ ഒരു 9 വോൾട്ട് ബാറ്ററി കൊണ്ട് ഈ ബസറും ഈ ഫാനും ഈ ഒരേ സമയത്ത് നമുക്ക് കറക്കാൻ നിൽക്കും. പക്ഷേ നമ്മൾ ബസറിൻ്റെ CPU ഫാനിൽ നമ്മൾ 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യത്തില്ല. പിന്നെ ഇത് എങ്ങനെ കറങ്ങും എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമുക്കെങ്ങനെയാണെന്ന് നോക്കാം. ഗൈസ്, നിങ്ങൾക്ക് കാണാമല്ലോ, ഇപ്പോൾ ഞാൻ ഈ CPU ഫാനാണ്. ഈ CPU ഫാന് യാതൊരു കണക്ഷനും ഇല്ല. ഞാൻ ഈ ബസർ കണക്ട് ചെയ്ത CPU ഫാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തു. ഇതിപ്പോൾ ഈ മറ്റേ CPU ഫാൻ കറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ടച്ച് ചെയ്ത് വേറെ CPU ഫാനും കറങ്ങും. ഇനി എന്താ സംഭവം എന്നല്ലേ നിങ്ങൾക്ക് കാണേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ 9 വോൾട്ട് ബാറ്ററി ഒരു ഇതിൽ കണക്ട് ചെയ്യുക. മറ്റേത് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് മറ്റേ വയറുണ്ട്, ആ വയറും തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഗൈസ്, നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഗൈസ്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. 2000 years later. ഗൈസ്, നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി എന്താ നടക്കുന്നതെന്ന് നോക്കാം. കണക്ട് ചെയ്തല്ലോ. നിങ്ങൾ ഒരൊച്ച കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് നമ്മുടെ ബസറിൻ്റെയാണ്. ഇതാണ് ബസറിൻ്റെ ഒച്ച. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് നമ്മുടെ ബസർ ദാ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ഒച്ചയിലാണ് ഇത് നടക്കുന്നത്. ഇതെങ്ങനെ നടന്നു എന്നല്ലേ നിങ്ങളുടെ സംശയം? കാരണം ഈ CPU ഫാനിന് ബാറ്ററിയുടെ എനർജി ഉണ്ട്. ഈ എനർജി നമ്മൾ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ ഈ CPU ഫാനിൻ്റെ എനർജി നമ്മൾ ബസർ കണക്ട് ചെയ്ത CPU ഫാനിൻ്റെ എനർജിക്ക് കിട്ടി. അതുകൊണ്ടാണ് ഈ CPU ഫാനിൻ്റെ ഉള്ളിൽ മിനി മോട്ടറുണ്ട്. CPU ഫാനിൻ്റെ ഉള്ളിൽ മിനി മോട്ടർ കറങ്ങി അവിടെ എനർജി CPU ഫാനിൻ്റെ മിനി മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ എനർജി കൊണ്ടാണ് നമ്മുടെ ബസർ വർക്കായത്. ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.